ഹൈ കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ദിവസേന വരുന്നത് നടിയിൽ അല്ലെങ്കിൽ വിളവെടുപ്പ് അല്ലെങ്കിൽ പൂക്കളൊക്കെ കാണിക്കുക അങ്ങനെയൊക്കെയാണല്ലോ. ഇന്ന് വരുന്നതും നടിയിലാണ്, നടാൻ പോവുക. ഞാൻ നടുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കപ്പ കഴിഞ്ഞാൽ അടുത്തത് കൂർക്കൽ എന്ന് ഞങ്ങൾ പറയും, ഇവിടെയൊക്കെ കൂർക്ക എന്ന് പറഞ്ഞ് കേൾക്കുന്നത്. അപ്പം കൂർക്കൽ നടാൻ പോവുക. ഞാൻ ഈ കൂർക്കൽ നടണമെങ്കിൽ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. കൂർക്കലിൻ്റെ തണ്ടാണ് നട്ടുപിടിപ്പിക്കുക. അപ്പം തണ്ട് കിട്ടണമെങ്കിൽ കൂർക്കലിൻ്റെ കിഴങ്ങ് എടുത്തിട്ട് നമ്മൾ നടണം. നട്ട് കഴിഞ്ഞ് മുളച്ചാളായി വന്നിട്ട് അതിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ടാണ് നടുക. അപ്പോൾ അത് ഞാൻ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ആ പരിപാടി. അപ്പം ഞാൻ അത് കുറച്ച് വലുതായി കട്ട് ചെയ്ത് വേറെ നട്ടു, വീണ്ടും അത് വളർന്ന് വലുതായി കട്ട് ചെയ്ത് പിന്നെ നട്ടു. അങ്ങനെ തന്നെ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ അത് നടാൻ പോവുക, നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്നാ വരി. ഇതാണ് ഈ ഒരു പോട്ടിൽ, ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഒരു 8 കൂർക്കലിട്ടു. എനിക്ക് കറി വെക്കാൻ കൊണ്ടുവന്നിരുന്നു. അപ്പം ഞാനത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ മാറ്റം വന്നപ്പോൾ ഞാൻ മണ്ണിലിട്ടതാണ്. അപ്പോൾ ഇട്ടത് ഞാൻ പിന്നെ മുളച്ച് വന്നു, കുറേ ഇല വന്ന് കുറേ സ്ഥലം ആടിമ്പടിയൊക്കെ നട്ട് കഴിഞ്ഞ് വീണ്ടും ഈ പോട്ട് തന്നെ ഇങ്ങനെ നിറഞ്ഞ് വരിക തണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കുറേ ഇതിൽ തണ്ട് കുറേ ഉണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നല്ല കാലാവസ്ഥ, മഴയൊക്കെ പോയിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴ ഇല്ല. അപ്പം ഞാനത് നടട്ടെ എന്ന് വിചാരിച്ചു. തോട്ടത്തിൽ പോയിട്ട് ഇനി കവറിലൊന്നുമില്ല, നിലത്ത് കവറിൽ നടേണ്ട ആവശ്യമില്ല, മഴ ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഞാനിത് നടാൻ പോകും കേട്ടോ. ഞാൻ ആദ്യം ഇത് പൊട്ടിക്കുന്നത് കാണിച്ചു തരാം. ഞാൻ കട്ട് ചെയ്യാം കേട്ടോ. കത്തി കൊണ്ടുപോകുന്നതിന് കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ പൊട്ടിച്ചെടുത്താലും മതി. അങ്ങനെ ഒരു തണ്ട് തന്നെ ഞാൻ കുറേ പീസാക്കുന്നുണ്ട് കേട്ടോ. ഇത് തന്നെ ഞാൻ 2ആക്കി മാറ്റും. തോട്ടത്തിൽ പോയിട്ട് നല്ല മൂത്ത് പോയിക്കും. ഞാനേ ഇത് ഫുള്ള് പറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. കൂർക്കലിതാ തണ്ടും ഈ പാത്രം നിറച്ച് വെട്ടിയെടുത്തു. ഇതിൻ്റെ ബാക്കി ഇതിനി വീണ്ടും മുളക്കും. വീണ്ടും മുളത്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നടാൻ വിചാരിച്ചത് ഇൻഷാ അല്ലാ. അപ്പോൾ ഇതാണ് ഞാൻ നടാൻ വിചാരിച്ചത്. ഇതൊരു കള്ളിക്കുണ്ട്, ഇതാ കണ്ടില്ലേ, ഒരു 8 കൂർക്കലിനോട് ഇത്രയും അധികം തണ്ടുണ്ടാകുന്നു കേട്ടോ. ഇത് ഭയങ്കര കിടു എൻ്റെ സംഭവം. നടാൻ പോവുക. ഈ സ്ഥലത്താണ് ഞാൻ നടാൻ വിചാരിച്ച്. ഇതൊക്കെ മരുന്നടിച്ചിട്ട് പുല്ലൊക്കെ കരിച്ച് കഴിഞ്ഞിക്ക് കഴിഞ്ഞ മാസം. ഇതെല്ലാം ഞാൻ ചെത്തി കോരി ചപ്പെല്ലാം ഇട്ട് കള്ളിയാക്കി മാറ്റട്ടെ. ഞാൻ ഇവിടെയാ നടുന്നത്. പണി തുടങ്ങട്ടെ. ആദ്യം തന്നെ ഒന്ന് നിരപ്പാക്കട്ടെ. നിരപ്പാക്കിയില്ലെങ്കിൽ ഈ കാടൊക്കെ മണ്ണിൻ്റെ അടിയിലേക്ക് പോക്കണം. ഇവിടെ ഒന്ന് വൃത്തിയാക്കണം. ഇവിടെ വെയിലില്ലാത്ത ഭാഗം നോക്കി എടുത്തതാ രാവിലെ. മഴ നിന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ പൊത്താൻ ശരിയാ കിട്ടുന്നുണ്ട്. എല്ലാ ഭാഗവും നന്നാക്കി വെക്കും. നീളങ്ങനെ അവിടെ തൊട്ട് ഇങ്ങോളൊരു നീളം പോലെ ഉണ്ടാക്കുക. കുറേ ഞാൻ കവറിൽ നട്ട്. ഫുള്ളായിട്ടിങ്ങനെ കോരി നീളത്തിൽ ഇങ്ങനെ നിറച്ച് ചപ്പങ്ങിടും. ചപ്പിട്ടിട്ട് അങ്ങ് മൂടും. എന്നാൽ പിന്നെ വളൂടേണ്ട, നല്ല എന്തുവാകും. ഇതെൻ്റെ കൈക്കോട്ട, എനിക്ക് ഇഷ്ടപ്പെട്ട കൈക്കോട്ട. പിടിക്കാൻ സുഖമുണ്ട്. പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് മാറ്റണം, നടുമ്പം തന്നെ മാറ്റിക്കൊള്ളണം. അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഈ പരിസരം ചുറ്റും വൃത്തിയാക്കി എല്ലാം ചെത്തി കോരി. പ്ലാസ്റ്റിക്കും കുപ്പിച്ചില്ലും അല്ലാത്തതെല്ലാം ഞാൻ ഇങ്ങനെ നീളത്തിൽ അങ്ങ് ഇട്ട് കൊടുത്ത് ഫുള്ള്. ഇങ്ങനെ പരിസരം ഇങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ നടക്കുക. പിന്നെ നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊരു വളവുമാവും. പിന്നെ മണ്ണ് ഉറക്കൂല. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. നമുക്ക് വളം പൈസ കൊടുത്ത് വാങ്ങണ്ട.
പ്ലാസ്റ്റിക്കും കുപ്പിച്ചില്ലും തീരെ പാടില്ല. ബാക്കിയുള്ള എല്ലാം ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പൊന്തിച്ചിട്ട് ഇനിയാണ് ഇതിൻ്റെ മേലെ മണ്ണിടുന്നത്. ഇത് ഇങ്ങനെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ചപ്പ് ചവറൊക്കെ ഇതിലങ്ങ് ഒതുങ്ങും. ഈ പരിസരം നോക്കി ഇപ്പം എന്തൊരു വൃത്തിയുണ്ട്. നമുക്കിങ്ങനെ നടക്കാൻ മറ്റ് ജീവികളൊന്നും ഇങ്ങോട്ട് വരില്ല, അത്രയും വൃത്തിയാക്കാം. ഇനി അത് മാത്രമല്ല, അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മണ്ണിങ്ങനെ കോരിയിടണ്ടേ, അതിനും എളുപ്പമാണ്, അതിനും കഴിയും, വേഗം കഴിയും. നല്ല സുഖമുണ്ട് ഇങ്ങനെ ചെയ്യാൻ. ആദ്യം തന്നെ നമ്മളിങ്ങനെ ചെത്തിക്കോരിങ്ങിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ചപ്പുകളൊക്കെ ഒരു വളമായി മാറിക്കോളും. പ്രധാനമായിട്ടും ഇത് ഒതുങ്ങിയും കിട്ടും, മണ്ണ് പാറ പോലെ ആവൂല, വളം കിട്ടും, വളം പൈസ കൊടുത്ത് വാങ്ങണ്ട, അങ്ങനെയൊക്കെയുള്ള ഗുണമുണ്ട്. ഇന്നെന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഈ സമയത്ത് ഇപ്പോൾ ഒരു വെയിലില്ല, ഇവിടെ വെയിൽ കുറവുണ്ട്. അപ്പോൾ ഇതങ്ങ് തീർക്കട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് പണിയെടുക്കുമ്പോൾ കഥക്കും, എങ്ങനെ പണിയെടുത്താലും എനിക്ക് കഥപ്പാ. ദിവസം ഞാൻ പണിയെടുക്കുന്നുണ്ട്, ഇട്ടൊന്നും ആ കഥപ്പിനൊരു കുറവുമില്ല. അങ്ങനെ ഉണ്ടോ? ഇതിന് വെയിറ്റില്ലാത്ത കൈക്കോട്ട, അതുകൊണ്ടാണ് പണി എളുപ്പം. വൈകും തളർന്ന് മണ്ണിട്ട് മൂടി ഒരു വിധക്കായി അത്രേ എടുക്കൂ ഒരു ദിവസം, കൂടുതലൊന്നും എടുക്കൂല. ഇത്ര ഇതന്നെ മതി, ഞാൻ തളർന്നു പോകും. വെള്ളം കുടിക്കട്ടെ. ഞാൻ തോട്ടത്തിലേക്ക് വെള്ളം കൊണ്ടുവരില്ല, എനിക്ക് ദാഹിക്കുമ്പോൾ ഒക്കെ അങ്ങനെ കുടിച്ചോണ്ടിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ പൊന്തി ഇങ്ങനെ മണ്ണിട്ടോണ്ട് ഇത് കുറച്ച് ഞാൻ വരും കേട്ടോ. ഇതിൻ്റെ അടി നിറയെ കരിയിലാണല്ലോ, അങ്ങ് അമർന്ന് പോവും. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കും, സോഫയിൽ ഇരുന്നൂടെ, എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് എന്നൊക്കെ. അങ്ങനെ ഇരുന്നാൽ ഇരിക്കേ ഉള്ളൂ. നമുക്ക് ഓരോ ദിവസവും കുറച്ച് കുറച്ച് പണിയെടുത്താൽ നമുക്ക് ആരോഗ്യമാണ്. പിന്നെ ഇതൊക്കെ വളർന്നതൊക്കെ കാണുമ്പോൾ ഒരു തളിര് വരുന്നത്, ഇല വരുന്നത്, പൂ വരുന്നത്, കാ വരുന്നതൊക്കെ കാണുമ്പോൾ ഒരു എനർജി അല്ലേ, ഒരു പോസിറ്റീവ് എനർജി അല്ലേ, അതൊക്കെ തന്നെയല്ലേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് വല്ല വ്യാവസായിക അടിസ്ഥാനത്തിലൊന്നും എനിക്ക് പണിയെടുക്കാൻ കഴിയില്ലല്ലോ. ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള കുറച്ച് ഇതിപ്പോൾ ഞാൻ കൂർക്ക ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. കൂർക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ കപ്പയും. പിന്നെ കൈക്കോട്ട് പിടിക്കുന്നത് എല്ലാവരും ചോദിക്കും, ഇങ്ങനെയാണോ കൈക്കോട്ട് പിടിക്കുക? ഞാൻ ഇങ്ങനെയാണ് പിടിക്കുക. ഞാൻ എങ്ങനെയാണോ സൗകര്യം അങ്ങനെ പിടിച്ചങ്ങ് ഉണ്ടാക്കല. അങ്ങനെ മണ്ണിട്ട് കഴിഞ്ഞു ഞാൻ നടാൻ പോവുകയാണ്. നട്ട് കഴിഞ്ഞ് ഇന്നിപ്പോൾ കുറച്ചൊരു വെയിലും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നനക്കും, നട്ട് കഴിഞ്ഞിട്ട് തന്നെ. നനച്ചോളണമെന്നൊന്നുമില്ല, മണ്ണ് നനവുണ്ട്, നല്ല നനച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നടട്ടെ. ഞാൻ കൊണ്ടുവന്ന തണ്ട് നിങ്ങൾ കണ്ടിരുന്നല്ലോ, ഇങ്ങനെ അങ്ങ് നട്ട് കൊടുക്കട്ടെ. അപ്പം കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. എല്ലാം അടിയിൽ പോയി. ഇത് അമർന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മണ്ണിങ്ങനെ കയറ്റി കൊടുക്കാം. നടട്ടെ. ഇതാ ഞാനിനി നടാൻ പോവുക. ഓരോന്ന് രണ്ടെണ്ണമൊക്കെ ആക്കി നടാം, കാരണം അത്ര വലുത് വേണ്ടല്ലോ. നല്ല നടാൻ തുടങ്ങുമ്പോഴത്തേക്ക് വെയിലും വന്ന് കയ്യോടെ തന്നെ അങ്ങ് ചെയ്താൽ, നനച്ചും കൂടി അങ്ങ് ചെയ്താൽ എനിക്ക് ഓരോ ദിവസം ഓരോ പ്ലാനിങ്ങാണ്. ഞാൻ രാത്രി കിടക്കുമ്പോൾ ആലോചിക്കും, നാളെ ഇപ്പം എന്താ ചെയ്യുന്നത്. ഇന്നലെ കപ്പയിനു, ഇന്ന് കൂർക്ക. കൂർക്കക്ക് നിങ്ങൾ കടയിലൊന്ന് വില വെച്ച് നോക്കി കൂർക്കക്ക്. ഇതിപ്പോൾ നമുക്ക് കുറഞ്ഞ് മതിയാവും. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഒന്ന് മതി കൊണ്ടുപോകാൻ. ഉണ്ടായാലും ഉണ്ടാവട്ടെ, ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ മെനക്കെടുന്നത്. വലുത് ഞാൻ രണ്ടെണ്ണാക്കുക. ഞാൻ ഫുള്ള് നട്ട് കാണിച്ചു തരാം. ഇതാ നട്ട് കഴിഞ്ഞു. അങ്ങനെ വിജയകരമായിട്ട് ഇന്നത്തെ കൂർക്കൽ കൃഷി. പണിക്കാരെടുക്കും പോലെയൊന്നും ഇല്ലെങ്കിലും എനിക്കാവുന്ന പോലൊക്കെ ഞാനങ്ങ് എടുത്തിന്. ഇനി എനിക്ക് നനച്ച് കൊടുക്കണം. ഇത്ര അടുപ്പിച്ച് നടാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് പറയണേ. കൂർക്കൽ കൃഷിയിൽ വിദഗ്ധരുണ്ടാവും, എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണോ. അതുപോലെ ഈ മാസത്തിൽ നടാൻ പറ്റില്ലേ, അങ്ങനെ ഒരു കൂട്ടർ പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ?
അങ്ങനെ ആ ഈ സ്പോട്ടിൽ തന്നെ അങ്ങ് നനച്ചു കൊടുക്കുക. നനച്ച് കൊടുത്താൽ നമുക്കങ്ങ് പോവാമല്ലോ. എനിക്കങ്ങനെ ഞാൻ തിന്നില്ലെങ്കിലും ഞാൻ കുടിച്ചില്ലെങ്കിലും ചെടികളെ തീറ്റിക്കും. അതൊക്കെ എൻ്റെ വീക്ക്നെസ്സാണ്. ചെടി നടുന്ന ഭ്രാന്ത് തലക്ക് പിടിച്ചത് കൊണ്ട് എങ്ങനെയാ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒന്ന് നടണം. എന്നിട്ട് രാവിലെ ഒക്കെ ഒന്ന് പോയി നോക്കണം. ഒക്കെ എൻ്റെ ഒരു ഇഷ്ടത്തിൽപ്പെട്ടതാണ്. പിന്നെ എൻ്റെ കൃഷി എടുക്കുന്നത് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണുന്നത് പോലെ ചെയ്യാറുണ്ട്. ഞാൻ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന അതുപോലെ ഉണ്ടാക്കാറുണ്ട്. കരിയില കളയലില്ല അങ്ങനെയൊക്കെ പറയലുണ്ട്. എൻ്റെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ A to Z വരെ കാണിച്ചത്. ഫുള്ള് കാണിച്ചില്ല കേട്ടോ. ഫുള്ള് കാണിക്കാൻ കഴിയില്ല, കാരണം അത്ര നീണ്ടുപോകും. അപ്പോൾ എൻ്റെ കൃഷികളൊക്കെ കണ്ടില്ലേ, ഇന്നത്തെ കണ്ടില്ലേ. നാളെ ഇനി വേറെ കൃഷിയായിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.